വെൽക്കം ടു എജുസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. 287 ഇങ്ങനൊരു സംഖ്യ തന്നിട്ട് ഇതൊരു ദശാംശ സംഖ്യയാണോ എന്ന് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ കഴിയാം? 287 എന്നുള്ളതിൻ്റെ കൂടെ നമുക്കതിനെ ഡെസിമൽ ആയിട്ട് എഴുതാൻ കഴിയും അല്ലേ? 0.00 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷെ എന്താണ് ഈ 00ന് ഒരു വാല്യൂ ഇല്ല എന്നതാണ് കാര്യം അല്ലെ? അപ്പൊ 287 എന്ന് പറഞ്ഞൊരു നമ്പറിനെ നമുക്ക് എന്താക്കാം? ഒരു ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം, ദശാംശ സംഖ്യ ആയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 ആഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ ആ സീറോയ്ക്ക് എന്തില്ല? ഒരു വാല്യൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു 00 കഴിഞ്ഞിട്ട് നമ്മളൊരു 1 കൊടുക്കുകയാണെന്ന് കരുതാം. 0.001 എന്നാണ് എങ്കിൽ ഈ 2 സീറോസിന് എന്തുണ്ട്? ഒരു വാല്യൂ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് 287.001 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1ന്റെ മുന്നേ ഉള്ള ആ 2 സീറോസിനും എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 1ന് ശേഷം 2 0 കൊടുക്കുകയാണ്. അപ്പോഴാണെങ്കിലോ 1ന് ശേഷം 2 0 കൊടുക്കുകയാണെങ്കിൽ 1ന് ശേഷം എഴുതിയിട്ടുള്ള സീറോന് എന്തില്ല? ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഒന്നിന് മുന്നേ നമ്മൾ കൊടുത്തിട്ടുള്ള 2 സീറോസിനും എന്തുണ്ടായിരിക്കും? ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഈ ഒരു ദശാംശ സംഖ്യ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അതായത് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആ സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ എന്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു? 2 പാർട്ടുകളുണ്ട് അല്ലെ? അതായത് ഡെസിമലിന്റെ മുന്നേയും ഒരു പാർട്ട് ഉണ്ട്, ഡെസിമലിന് ശേഷവും ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുന്നേ ഒരു പാർട്ട് ഉണ്ട്, ശേഷവും ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വലുതാണോ ചെറുതാണോ എന്നൊക്കെ നോക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ഡെസിമലിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സംഖ്യ. ഓക്കെ, അതായത് ഡെസിമലിന്റെ മുന്നേ ഒരു സംഖ്യ ഉണ്ടായിരിക്കും, അത് ഒരുപോലെയാണോ, അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്താ ഡെസിമൽ എന്ന് പറഞ്ഞ ആ ഒരു ഡെസിമൽ സംഖ്യ വലുതാണോ ചെറുതാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ചില കേസിൽ അതായത് ഈ ഡെസിമലിന്റെ മുന്നേ ഉള്ള ഭാഗം എല്ലാതും എന്താവും? ഒരുപോലെയാവും. അങ്ങനെ വരുന്ന കേസിൽ ഡെസിമലിന് ശേഷം നോക്കാം. ഡെസിമലിന് ശേഷം ആദ്യത്തെ പ്ലേസിൽ നോക്കാം. വലുതാണ് അറിയേണ്ടതെങ്കിൽ ആദ്യത്തെ പ്ലേസിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അതും സെയിം ആണെങ്കിൽ അടുത്ത പ്ലേസിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. അങ്ങനെ നോക്കി പോവാണ്, ഓരോ പ്ലേസിനനുസരിച്ച് വലുത് നോക്കിയിട്ട് പോവാണ് എന്തറിയാൻ? ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് അറിയാൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ചെറുതാണ് അറിയേണ്ടതെങ്കിൽ ഈ ഡെസിമലിന് ശേഷം ഉള്ള അടുത്ത പ്ലേസിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇനി അതെല്ലതും ഒരുപോലെയാണെങ്കിൽ അടുത്തതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. അങ്ങനെ ആ ഒരു പ്ലേസിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കിയിട്ടാണ് ചെറിയ ഡെസിമൽ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വലിയതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഡെസിമലിന്റെ മുന്നേ ഉള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഡെസിമലിന്റെ മുന്നേ ഉള്ള നമ്പർ എന്ന് പറയുന്നത് ഈ 4 ഓപ്ഷനിലും ഏത് തന്നെയാണ്? 7 തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്ന് പ്രത്യേകിച്ച് മനസ്സിലാവാനില്ല ഏതാണ് വലിയതെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ഡെസിമലിന് ശേഷമുള്ളത് നോക്കണം അല്ലെ? അപ്പൊ ഡെസിമലിന് ശേഷമുള്ള ആദ്യത്തെ പ്ലേസ് നോക്കി. ഒന്നാമത്തെ എയില് ഏതാണ്? 4 ആണ് അല്ലെ? ബിയിലും 4 ആണ്, സിയിലും ഡിയിലും 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ പ്ലേസ് എടുത്ത് നോക്കാം. രണ്ടാമത്തെ പ്ലേസിൽ എല്ലാ ഭാഗത്തും വരുന്നത് ഏത് തന്നെയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ അതും കഴിയില്ല. അപ്പൊ അടുത്ത പ്ലേസ് നോക്കാം. അടുത്ത പ്ലേസ് നോക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? വലുതാണ് വേണ്ടത് അല്ലെ? വലിയ സംഖ്യ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏതാ നോക്കേണ്ടത്? വലിയത് ഏതാന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 1 ഉണ്ട്, 6 ഉണ്ട്, 0 ഉണ്ട്, 5 ഉണ്ട്. 1 6 0 5. ഇതിൽ വലുത് ഏതാണ്? 6 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇനിയിപ്പോ ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഏതാ നോക്കേണ്ടത്? ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു കേസിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. 0 ആയിരിക്കും ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഡെസിമലിന്റെ മുന്നേ ഉള്ളത് നോക്കാം. അതിലെല്ലാവരും ഏത് തന്നെയാണ്? 9 തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാനില്ല. ഡെസിമലിന് ശേഷം ഉള്ളത് നോക്കാം. എല്ലാറ്റിലും ഏതാ വന്നത്? 8 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത പ്ലേസിൽ നോക്കാം. 5 അല്ലെ? 5 ആണ് എല്ലാറ്റിലും വന്നത്. പക്ഷെ ഒരാളിൽ മാത്രം 4 വന്നു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചെറുതാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും 5 ആണ് വന്നത്, നാലാമത്തെ ആളില് 4 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 അല്ലേ 5നേക്കാളും ചെറുത്? അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡി ആയിരിക്കും. ക്ലിയർ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരോഹണ ക്രമം ഏത്? നമുക്ക് 2 രീതിയിലുള്ളത് പഠിക്കാനുണ്ട്. ആരോഹണ ക്രമവും ഉണ്ട്, അവരോഹണ ക്രമവും ഉണ്ട് അല്ലെ? ആരോഹണ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അവരോഹണമാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഓക്കെ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏതാണ്? ആരോഹണ ക്രമമാണ്. അതായത്
ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണ്? 0.0218. ഓക്കെ, 0.0218 ആണ് വന്നത്. ഇനി ഈ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആദ്യം എഴുതിയ സംഖ്യ എന്തായാലും എന്താവണം? ചെറുതാവണം. ഓക്കെ, ഏറ്റവും അവസാനം വരുന്നതായിരിക്കണം എന്ത്? വലുത്. ഏതിൽ ക്രമത്തിൽ? ആരോഹണ ക്രമത്തിൽ. ഓക്കെ, അപ്പൊ ഇനി 0.0218 കുറച്ചുകൂടെ വലിയ വാല്യൂ ആയിരിക്കണം അടുത്തത് തരേണ്ടത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 0.352. ഓക്കെ, അപ്പൊ 0.0218 വലുതാണ് ആര്? 0.352. കാരണം എന്താ? ഇവിടെ 0 പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആണ് വന്നത്. മറ്റേതിലോ 0 പോയിന്റ് കഴിഞ്ഞിട്ട് ഏതാ വന്നത്? 3 ആണ് വന്നത്. അപ്പൊ 0 വലുതാണ് 3. ഓക്കെ, അതിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0.561 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 5 ആണ് വന്നത്. ആദ്യം 0 വന്നു, പിന്നെ 3 വന്നു, പിന്നെ 5 വന്നു. അപ്പൊ അതെങ്ങനെ പോകുന്നുണ്ട്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ ഉറപ്പിക്കാനായില്ല, നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ നോക്കി നോക്കാം. ഓക്കെ, ബിയിൽ നോക്കുന്ന സമയത്തോ 0.3 എന്നാണ് വന്നത് അല്ലെ. അപ്പൊ 0.3 ആണ്. ഇനി 0.3 വലുതാവണം. ഓക്കെ, ഇയാളായിരിക്കണം ചെറുത്. ഇനി നമുക്ക് കിട്ടുന്നതൊക്കെ എന്തായിരിക്കണം? അതിനേക്കാളും വലുതാവണം. അടുത്തതിൽ തന്നത് ഏതാ? 0.0218. അതായത് 0.3 ചെറുതാണ് ആര്? 0.0. അങ്ങനെയാണോ നമുക്ക് വേണ്ടത്? അല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് അത് തന്നെ മനസ്സിലാവും. അടുത്ത സി നോക്കിക്കഴിഞ്ഞാൽ 0.561 ആണ്. അപ്പൊ 0.5 കൂടുതലുള്ള വാല്യൂ ആയിരിക്കണം അടുത്തത് വരേണ്ടത്. പക്ഷെ അങ്ങനെയാണോ വന്നത്? അല്ല, 0.02 ആണ് വന്നത്. അപ്പം ഇതും അല്ല. ഓക്കെ, ഇനി ഡി ആണെങ്കിൽ 0.0218 ആണ്. ഓക്കെ, അതിന് ശേഷം എന്താ? 0.561 ആണ്. പ്രത്യേകിച്ച് പറയാനില്ല. കാരണം എന്താ? 0.02 വലുതാണ് ആര്? 0.561. ഓക്കെ, അത് ശരിയാണ്. ഇനി അതിനടുത്ത ആള് എന്തിനേക്കാളും ശരിക്കും കൂടുതലാവണമായിരുന്നു? 0.5 കൂടുതലാവണമായിരുന്നു. എന്നാലാണ് നമുക്ക് ഏത് ക്രമം ആവുക? ആരോഹണ ക്രമം ആവുക. പക്ഷെ അവിടെ തന്നത് 0.3 ആണ്. അതായത് 0.5 ചെറുതാണ് ആര്? 0.3. അപ്പൊ നമുക്ക് ഇതും അല്ല. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ? അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഏറ്റവും ചെറിയ സംഖ്യ അല്ലെ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക. അതേപോലെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാം. അതൊക്കെ നോക്കുക. ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട് 0.45. ഈ സംഖ്യയുടെ ഏത് രൂപമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഭിന്നസംഖ്യാ രൂപമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? 0.45 എന്ന് നമ്മൾ എഴുതി. ഈ സംഖ്യയുടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഭിന്നസംഖ്യാ രൂപമാണ്. 0.45 എന്ന സംഖ്യയെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് ആക്കി മാറ്റുമ്പോൾ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുക്കുക. അതേതാണ്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 45 അല്ലെ. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. 45 എന്നുള്ളത് 45 ആയിട്ട് എഴുതാം. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 1 എഴുതി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അത് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡെസിമലിന് ശേഷമുള്ള സംഖ്യ അതേപോലെ എഴുതാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുക്കുക. ക്ലിയർ? അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് നോക്കുക. എത്രയാണ്? 1, 2 അല്ലെ. അപ്പൊ അത്രയും 0 നമ്മൾ ഇവിടെ 1ന്റെ അടുത്ത് കൂട്ടി കൊടുക്കുക. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ 2 0 നമ്മൾ 1ന് ശേഷം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അപ്പൊ ഈ 45/100 എന്നതാണ് ഈ ഒരു 0.45 എന്നതിന്റെ എന്ത്? ഭിന്നസംഖ്യാ രൂപം. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു സംഖ്യ നമ്മളുടെ ഓപ്ഷനിൽ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ വെട്ടിക്കുറയ്ക്കുക അല്ലെ. അപ്പൊ ഈ 45ലും 100ലും സുഖമായിട്ട് പോകുന്ന ഒരാളുണ്ട്. ആരാണ്? നമ്മൾ 5 ആണ് അല്ലെ. അപ്പൊ 45ല് എത്ര 5 ഉള്ളത്? 9×5 എത്രയാണ്? 45 ആണ് അല്ലെ. അപ്പൊ 9. ഇനി 5 100ൽ എത്ര തവണയാണ് ഉള്ളത്? 20 തവണയാണ് അല്ലെ. 25 100 ആണ്. ഓക്കെ, അപ്പൊ 9/20 എന്നതാണ് നമ്മളെ ഓപ്ഷൻ വരുന്നത്. അങ്ങനെ ഒരു ആൻസർ ഇതിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ചെറുതാക്കുക. ചെറുതാക്കിയിട്ട് ആ ഓപ്ഷനിലേക്ക് എത്തിക്കുക. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിൽ നമ്മളോട് ചോദിക്കുന്നത് 0.125നെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? ഓക്കെ, അതായത് 0.125. അതിനൊന്ന് നമുക്ക് എഴുതി നോക്കാം അല്ലെ. 0.125 ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോയിന്റിന് ശേഷമുള്ള സംഖ്യ അതേപോലെ എഴുതാം അല്ലെ. അതായത് 125 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ആര് കൊടുക്കുക? 1നെ കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിന് ശേഷം എത്ര 0 കൊടുക്കണം എന്നത് എങ്ങനെ അറിയാം? പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും 0 നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എത്ര 0 കൊടുക്കണം? 3 0 കൊടുക്കണം. അപ്പൊ 125/1000 എന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ.
അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേതാണ്? ബി. അപ്പൊ അത് ശരിയാണ്. ഇതിന്റെ ആൻസർ അല്ല കേട്ടോ അത്. അപ്പൊ ഏതാണ്? ബി ശരിയാണ്. അടുത്തത് ഇനിയിപ്പോ രണ്ട് ഓപ്ഷൻസ്, അതായത് 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് അല്ലാത്തത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോ 125 125 എത്ര തവണ പോവും? ഒരു തവണ അല്ലെ? 125 125 ഒരു തവണ പോവും. ഡിവൈഡഡ് ബൈ 1000 125 എത്ര തവണ പോവും? 8 തവണ അല്ലെ? അതായത് 500 എത്ര തവണയാണ് 1000 2 തവണയാണ്. 500 എത്രയാണ്? 1000 വന്നു. ഇനി 500ന്റെ പകുതി എന്ന് പറയുമ്പോൾ അതാരാണ്? 250 ആണ്. ഈ 250 1000 എത്ര തവണ ഉണ്ട്? 4 തവണ ഉണ്ട് അല്ലേ? അപ്പം 1000 കിട്ടി. 250 × 4 1000 കിട്ടി. ഇനി 250ന്റെ പകുതിയാണ് ആര്? 125. ഈ 125 1000 അപ്പൊ എത്ര തവണ ഉണ്ടാവും? 8 തവണ. 8 = 1000. ക്ലിയർ ആണോ? അതാണ് ഇവിടെ കൊടുത്തത്. 125 1000 എത്ര തവണ ഉണ്ട്? 8 തവണ. അപ്പൊ 1/8. അതും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ഇതും ശരിയാണ്. ഇനി നോക്കേണ്ടത് ഈ രണ്ടെണ്ണത്തിൽ ആരാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കാം. 125/1000. അതിൽ 25ന്റെ മൾട്ടിപ്പിൾ നോക്കാം. ഓക്കെ, 125/1000. 125 എത്ര 25 ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ 125 എത്ര 25 ആണുള്ളത്? 5 25 ആണ് ഉള്ളത്. 4 25 എന്തായി? 100 പിന്നെ ഒരു 25 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 125 ആയി അല്ലെ? അപ്പൊ എത്ര വരിക? 5. ഓക്കെ, 5 25 125 ആണ്. പിന്നെ 1000 വരണമെന്നുണ്ടെങ്കിൽ എത്ര 25 വരിക? 1000 എത്ര 25 ഉണ്ട്? 40 അല്ലെ? അപ്പൊ 5/40. അപ്പൊ ഈ ഓപ്ഷനും ശരിയാണ്. പിന്നെ അല്ലാതെ വരുന്നത് ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ എ. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ഈ 3 എണ്ണവും ആരുടെ ഭിന്നസംഖ്യാ രൂപം തന്നെയാണ്? 0.125ന്റെ ഭിന്നസംഖ്യാ രൂപമാണ്. 6 മാത്രം അല്ല. 125/100 അല്ലേ? ശരിയല്ലേ? 125/100 എങ്ങനെയാവുള്ളൂ? എങ്ങനെയായിട്ട് മാറുള്ളൂ? 1.25 ആയി മാറുള്ളൂ. കാരണം 2 0 അല്ലേ ഉള്ളൂ. അപ്പൊ 2 ആള് കഴിഞ്ഞാൽ അവിടെ പോയിന്റ് വരണം അല്ലേ? അപ്പൊ 1.25 ആവുള്ളൂ. അപ്പൊ അയാൾ ആരല്ല? ഭിന്നസംഖ്യ രൂപമല്ല. ആരുടെ? 0.125ന്റെ. ക്ലിയർ ആണേ?